എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് സൂപ്പർ ക്വിക്കായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്, ബട്ടർ ഗാർലിക് ചിക്കൻ. അപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ റെസിപ്പിയാണിത്. ബോൺലെസ് ചിക്കനാണ് ഇത്. അല്ലാതെ ട്രൈ ചെയ്ത് നോക്കാം, പക്ഷേ ബോൺലെസ് ചിക്കനാണ് നല്ലത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് പെപ്പർ പൗഡർ, മെഷർമെൻറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ലിസ്റ്റോടും ഞാൻ തന്നേക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിട്ടേക്കാം. പിന്നെ ഒരു അല്പം ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. ഒരു അരമണിക്കൂറായി. ഒരു ശകലം കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദ യൂസ് ചെയ്യാം. അപ്പം കോൺഫ്ലവർ ഇട്ട് ഇതെല്ലായിടത്തും കട്ട പിടിക്കാതിരിക്കാനായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഒന്ന് ഇടണേ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ടെക്സ്ചറും കൊടുക്കും, ടേസ്റ്റും കൊടുക്കും. ഒരു 5-10 മിനിറ്റ് ഇരിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ക്യൂബ് മതി. അതില്ലെങ്കിൽ വേണ്ട, ഓപ്ഷൻ വിട്ടേക്ക്, കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ഞാൻ ഒരല്പം വെള്ളം ഒഴിച്ച്, ചെറിയ ചൂടുണ്ട്, ആ വെള്ളം ഒഴിച്ചൊന്ന് വെക്കുക. നമുക്കത് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിനകത്ത് ഉപ്പുണ്ട് കേട്ടോ, അന്നേരം അതുകൊണ്ട് നമ്മൾ ചിക്കൻ അത് കണക്കാക്കിയ ഉപ്പൊക്കെ ഇടാവും. നമുക്കൊരല്പം എണ്ണ ഒഴിച്ച് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ യൂസ് ചെയ്താൽ മതി. ഞാൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തത്. അത് ഫ്രൈ ചെയ്യുമ്പം സോഫ്റ്റായിട്ട് വേകാനായിട്ട് ചെറിയ തീയിൽ വെച്ച് ചെയ്താൽ മതി. അതിനുശേഷം മറ്റേ സൈഡും തിരിച്ചിടാം. ഇതിപ്പോൾ 2 സൈഡും ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ടത്. അതിനകത്തേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ ഇത് ഞാൻ അൺസോൾട്ടഡ് ആണ്. അപ്പോൾ ബട്ടർ ഉരുകുന്ന ഉടനെ ഗാർലിക് ഇടാം. ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകണം. ആ ചിക്കൻ സ്റ്റോക്കിന് ഉപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അൺസോൾട്ടഡ് ബട്ടർ ഇട്ടത്. അതല്ലെങ്കിൽ സോൾട്ടഡ് ബട്ടർ ഇടുന്നതാണ് നല്ലത്. ഗാർലിക് ഒരു ബ്രൗൺ കളറാകുന്ന ഉടനെ, ചെറിയൊരു ബ്രൗൺ കളറാകുന്നുണ്ടെ നമ്മൾ ഇച്ചിരി മൈദയും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ സ്റ്റോക്കില്ലേ, സ്റ്റോക്കും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തു. ഇതിലേക്ക് അല്പം ഒറിഗാനോ എന്ന് പറയുന്ന സാധനം നമ്മുടെ പനിക്കൂർക്കയാണ് കേട്ടോ, ബ്ലാക്ക് പെപ്പറും കൂടെ. അത് നമ്മുടെ സ്പൈസ് അനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ചെറിയ തീയിലിട്ട് ചെയ്യണം, കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇടാം. അപ്പോൾ ഇതിന് നല്ല ഫ്ലേവർ ആയിക്കോളൂ. ഇപ്പോൾ മസാല എല്ലാം അതിലൊന്ന് പിടിക്കട്ടെ. അതുപോലെ തന്നെ വെള്ളമയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കുറുകി കഴിഞ്ഞാൽ അത് ചിക്കനെ തന്നെ തിക്കായിട്ട് പിടിച്ചോളും. ഭയങ്കര ഈസിയാണിത്. സ്പൈസ് ഇച്ചിരി കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് റൈസ് അല്ലേ, ബിരിയാണി റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണിത്. സ്റ്റാർട്ടറായിട്ട് വേണേൽ കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അപ്പോൾ അതനുസരിച്ച് സ്പൈസ് ഇച്ചിരി അത് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. പിന്നെ ഇത് 1 സ്പൂൺ ലെമൺ ജ്യൂസാണ്. ബട്ടർ ഗാർലിക് ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി. ഇതിനകത്തേക്ക് നമുക്ക് 2-3 മല്ലിയിലയും കൂടി ഇടാം. ബട്ടർ ഗാർലിക് ചിക്കൻ റെഡിയാണ്. പച്ചക്കളർ കുറച്ചവിടെ ഇരുന്നോട്ട്, ഒരുപാടങ്ങ് മൂപ്പിക്കേണ്ട. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.